അപ്പോൾ നമ്മൾ ഓണം തീർന്നു കേട്ടാ. അപ്പൊ പിന്നെ ഓണത്തിന്റെ പപ്പടവും മാങ്ങാച്ചാറും ഒക്കെ ഇപ്പോഴും വിപുലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന്റെ അച്ചാറും പപ്പടവും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ട്. ദാ ഇതിൽ കാണുന്ന ഇത് എന്ത് കറിയാണെന്ന് ചോദിച്ചാൽ ഓണത്തിന്റെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ബാക്കി വന്ന് എടുത്തിട്ടൊരു കറിയാണ് കേട്ടോ. പരിപ്പൊക്കെ ഇട്ടിട്ടൊരു കറിയാണ്. സാമ്പാറൊന്നും അല്ല. പിന്നെ സാമ്പാറെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം ഒരു കറിയാണ്. ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം, കുളിക്കണം. അത്ര ജോലി മാത്രമേ ഇന്നത്തേക്ക് ബാക്കിയുള്ളൂ എന്ന് ഓർത്തിങ്ങനെ മനസമാധാനമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പുറത്തുനിന്ന് ഒരു വിളി. ഒരു ദിവസം ഞാൻ ഒരു പൂജയ്ക്ക് ഒരു മീൻ കൊടുത്തെന്ന് പറഞ്ഞില്ലോ, അതാ ഇപ്പൊ 3 നേരം ഞാൻ ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങ് എത്തുക. അപ്പോൾ പപ്പടവും അച്ചാറവും കൂട്ടി മനസമാധാനമായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിച്ചാൽ മാത്രം മതി. അപ്പോൾ ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് മനസമാധാനമായിട്ട് ചോറ് കഴിക്കുകയാണ്. ദാ ഓണത്തിൻ്റെ മാങ്ങാച്ചാറും ഓണത്തിൻ്റെ പപ്പടവും ഒക്കെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കറി എന്താണെന്ന് ചോദിച്ചാൽ ഓണത്തിൻ്റെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ബാക്കി വന്ന് എടുത്തിട്ടൊരു കറിയാണ്. പരിപ്പൊക്കെ ഇട്ടിട്ടൊരു കറി. ചിക്കനും മീനും ഒന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ മീൻ വാങ്ങിയില്ല. മീൻ വാങ്ങാൻ തോന്നിയില്ല. പിന്നെ